ഓക്കെ, അപ്പോൾ ഇതിൽ മെയിനായിട്ട് മാസ്റ്റർബേഷനെ കുറിച്ച് ഒരു പാർട്ട് സംസാരിക്കുമ്പോൾ മാസ്റ്റർബേഷനെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ബ്രെയിനിൽ നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും ഓരോ മെൻ്റൽ ഇമേജ് ഉള്ളിൽ പോകുന്നുണ്ട്. ഓക്കെ, ഒരു തോട്ട് ഉള്ളിൽ പോകുന്നുണ്ട്. അത് നിങ്ങളെ ചിലപ്പോൾ ലോ വാല്യൂട്ട് ഫീൽ ചെയ്യും, ചിലപ്പോൾ ഹൈ വാല്യൂട്ട് ഫീൽ ചെയ്യും. ചിലപ്പം അപ്പോഴും നമ്മളെ വലിയ കുഴപ്പമൊന്നുമില്ലായിരിക്കും. ഭാവിയിൽ നമ്മൾ എന്ത് ചെയ്യും, ലോ വാല്യൂട്ട് ഫീൽ ചെയ്യും, റിഗ്രറ്റ് അടുപ്പിക്കും. ചിലത് നമ്മളെ ഇപ്പോൾ ചെയ്യുന്നത് ബുദ്ധിമുട്ടുണ്ടായിരിക്കും, ഇപ്പം നമ്മൾ ചെയ്യുമ്പോൾ ഇഷ്ടമല്ലായിരിക്കും. പക്ഷേ ഭാവിയിൽ നമുക്ക് എന്തെങ്കിലും ബെറ്ററായിട്ട് ഫീൽ ചെയ്യും, ഭാവിയിൽ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ പല ടൈപ്പുണ്ട്. ഞാൻ അതിൽ മെയിനായിട്ട് മാസ്റ്റർബേഷനെ കുറിച്ച് സംസാരിക്കുകയാണ്. മാസ്റ്റർബേഷൻ ചെയ്യുമ്പോൾ മെയിനായിട്ട് പറയാം, മാസ്റ്റർബേഷൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുള്ളിൽ അറിയാതെ സബ് കോൺഷ്യസ് ആയിട്ട് ചിന്തിക്കുന്നത്, ഇത് ഞാൻ പറയുന്നത് നോ ഫാപ്പ് ഒക്കെ എടുക്കുന്ന ആളുകൾക്ക് വേണ്ടി മാത്രമാണ്. അല്ല, ജസ്റ്റ് ഒന്ന് കേട്ടിരിക്കുക, അത്രയേ ഉള്ളൂ. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ വരുന്ന ഫീല് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു റിയലായിട്ടൊരു ഗേളിൻ്റെ കൂടെ സെക്ഷൽ വയ്ക്കണമെങ്കിൽ എന്തൊക്കെ വേണം? ആദ്യം ആ പെണ്ണിനോട് പോയി അപ്രോച്ച് ചെയ്യണം. അപ്രോച്ച് ചെയ്തിട്ട് അവളായിട്ട് റിലേഷൻഷിപ്പ് വയ്ക്കണം. അല്ലെങ്കിൽ അവളെ എങ്ങനെയാലും ടേൺ ഓൺ ചെയ്യണം. ടേൺ ഓൺ ചെയ്തിട്ട് എന്ത് ചെയ്യണം? അവളെ സെക്ഷലി ഇനിഷ്യേറ്റ് ചെയ്യണം. സെക്ഷലി ഇനിഷ്യേറ്റ് ചെയ്തിട്ട് അവളെ കംഫർട്ടബിൾ ആക്കണം. ഓക്കെ, അവളെ ഡോമിനേറ്റ് ചെയ്ത് സെക്സ് ചെയ്യണം. ഓക്കെ, അതൊരു വലിയൊരു പ്രോസസ്സാണ്. വലിയ പ്രോസസ്സ് എന്നല്ല, എന്നാലും അതൊരു ടൈം എടുക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ആലോചിച്ച് നോക്ക്, നമ്മൾ ഈ മെനക്കേടൊന്നും ഇല്ലാതെ 2 മിനിറ്റുള്ള ഫോൺ എടുക്കാം. ഫോൺ എടുത്തിട്ട് ഏതെങ്കിലും പോൺ സൈറ്റ് സെർച്ച് ചെയ്തിട്ട് അത് സിമ്പിളായിട്ടാണ് ഒരു 3 മിനിറ്റ് അല്ല 10 മിനിറ്റ് അതിനുള്ളിൽ കാര്യം കഴിയും. ഒന്ന് ആലോചിച്ച് നോക്ക്, ഇത്ര സിമ്പിളായിട്ട് വരുമ്പം ആ പ്രോസസ്സ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത്രയും ചെയ്യണം. അപ്പോൾ നിങ്ങൾ 2 മിനിറ്റിൽ എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ തന്നെ പെണ്ണുങ്ങളോട് മിണ്ടാനുള്ള കോൺഫിഡൻസ് നിങ്ങൾക്ക് കുറയും. അതെ, ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്ന്. പെണ്ണുങ്ങളോട് മിണ്ടാനുള്ള കോൺഫിഡൻസും മാസ്റ്റർബേഷനും തമ്മിൽ നല്ല ബന്ധമുണ്ട്. ഇതെങ്ങനെയാണ് നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടായിരിക്കും. ചിലരെ പറയും മാസ്റ്റർബേഷൻ ചെയ്താൽ കോൺഫിഡൻസ് കിട്ടും, ചിലർ പറയും മാസ്റ്റർബേഷൻ ചെയ്താൽ ഒരു ഗുണമല്ല. ഓക്കെ, അതായത് മാസ്റ്റർബേഷനെ എതിർക്കുന്നവരുണ്ട്, ഇതൊന്നും ഒരു ഗുണമില്ല എന്ന് പറയുന്നവരുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, ഈ മാസ്റ്റർബേഷൻ നിങ്ങൾ ഈ സെമനുള്ളിൽ പിടിച്ച് നിർത്തുന്നത് കൊണ്ടല്ല നിങ്ങൾക്ക് കോൺഫിഡൻസ് കിട്ടുന്നത്. നിങ്ങൾ അറിയേണ്ടത്, നിങ്ങൾ ഉള്ളിൽ വരുന്ന ഒരു ഫീലിങ്സിനെ കൺട്രോൾ ചെയ്യണം. അതായത് നിങ്ങൾ നിങ്ങളുടെ മൈൻഡിനെ തന്നെ ജയിക്കുകയാണ്. ഓക്കെ, അപ്പോഴെന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് കോൺഫിഡൻസ് കൂടും. ഓക്കെ, നമ്മളെ തന്നെ ഒരു വലിയ വിലയുള്ള ഒരു സാധനമായിട്ട് കാണും. എന്ന് വെച്ചാൽ ഒന്ന് ആലോചിച്ച് നോക്ക്, സെക്ഷൽ ടെൻഷനെ നമ്മൾ പിടിച്ച് നിർത്തുന്ന എത്രത്തോളം വലിയൊരു പാടാണ് നമുക്ക് തന്നെ അറിയാം. മാസ്റ്റർബേഷൻ പിടിച്ച് നിർത്തണം, അല്ലെങ്കിൽ സെക്ഷലി നമുക്കൊരു തോട്ട് വരുന്നത് അതിനെ കൺട്രോൾ ചെയ്യുന്ന എത്രത്തോളം പാടാണെന്നറിയാം. അപ്പോൾ ഒരു ദിവസം കൺട്രോൾ ചെയ്യുമ്പോൾ നമ്മുടെ തന്നെ ഫീല്, ഇന്ന് ഒരു ദിവസം കൺട്രോൾ ചെയ്തല്ലോ, 2 ദിവസം കൺട്രോൾ ചെയ്തല്ലോ, 10 ദിവസം കൺട്രോൾ ചെയ്തല്ലോ, അങ്ങനെ മുന്നോട്ട് പോകും തോറും അതിൽ നിന്നാണ് നിങ്ങൾക്ക് കോൺഫിഡൻസ് കൂടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഗേൾസിനോട് മിണ്ടാനുള്ള കോൺഫിഡൻസ് കൂടുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളിപ്പോൾ ഡെയിലി മാസ്റ്റർബേഷൻ ചെയ്യും. ഓക്കെ, അപ്പോൾ എന്ത് 2 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് എല്ലാ തൃപ്തിയും കിട്ടും. ഓക്കെ, 2 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് പ്ലഷർ കിട്ടും. അതൊരു സാറ്റിസ്ഫാക്ഷൻ അല്ല. അപ്പം ഒരു ഗേളിനെ എങ്ങനെയും അപ്രോച്ച് ചെയ്ത് 5, 6 ഓക്കെ കുറഞ്ഞത് ഒരാഴ്ചയെങ്കിലും എടുത്ത് നടത്തേണ്ട പ്രോസസ്സ് നിങ്ങൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ഫോൺ എടുത്ത് വെച്ച് സ്ക്രീനിൽ നോക്കിയിട്ട് ആ സ്ക്രീനിലുള്ള ഫേക്കായിട്ടുള്ള ആ ഒരു സെക്ഷൽ ഒരിത് നിങ്ങൾ അനുഭവിച്ചു. ഓക്കെ, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ എന്തായിരിക്കും, റിഗ്രറ്റ് ആയിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് പിന്നെ ചെയ്താൽ എന്താ കുഴപ്പം എന്നുള്ളതായിരിക്കും. എന്ത് നിങ്ങൾ ചിന്തിച്ചാലും നിങ്ങളുടെ ഉള്ളിൽ പോകുന്ന ഇമേജ്, ഒരു പെണ്ണിനെ വളച്ച് സെക്ഷൽ വയ്ക്കാനുള്ള കഴിവ് എനിക്കില്ല, എനിക്ക് സുഖം കിട്ടണമെങ്കിൽ ഇങ്ങനെയൊക്കെ പറ്റത്തുള്ളൂ, എനിക്ക് വേണമെങ്കിൽ ഞാൻ തന്നെ ചെയ്യണം, സ്വന്തമായിട്ട് ചെയ്യണം, ഒരു പെണ്ണിനെ ഡോമിനേറ്റ് ചെയ്ത് സെക്സ് ചെയ്യാനുള്ള കഴിവൊന്നും എനിക്കില്ല, ഒരു പെണ്ണിനെ അവളുടെ പവർ മൊത്തം എടുത്ത് അവളെ ഡോമിനേറ്റ് ചെയ്യാനോ അങ്ങനെ സെക്സ് ചെയ്യാനുള്ള കഴിവ് എനിക്കില്ല. ഓക്കെ, ഈ ഫീലായിരിക്കും ഉള്ളിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് പോകും തോറും മനസ്സിലായി, ഇത് പോകും തോറും കൂടിക്കൊണ്ടിരിക്കും തോറും നിങ്ങളെ തന്നെ ഒരു ഏലിയനെ പോലെ കാണാൻ തുടങ്ങും. നിങ്ങൾ റോഡിൽ കൂടെ നടക്കുമ്പോൾ നിങ്ങളെ തന്നെ നിങ്ങളൊരു ഏലിയനായിട്ട് കാണും. എന്ന് വെച്ചാൽ ആളുകൾ നോക്കുന്നു പല ഇതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളെന്തോ ഒരു അന്യഗ്രഹ ജീവിയെ പോലെ തോന്നും. ഈ ഫീലും വെച്ചുകൊണ്ട് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കോൺഫിഡൻസ് കുറവായിരിക്കും. ഓക്കെ, പിന്നെ റിഗ്രറ്റോട് ഉണ്ടെങ്കിൽ പറയണ്ട, അതായത് നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യും, ലോ വാല്യൂട്ട് ഫീലാവും. ചെയ്ത് കഴിയുമ്പോൾ അയ്യേ എന്തിനാ ചെയ്തേ, അല്ല ഇപ്പോൾ നോഫാപ്പൊക്കെ എടുക്കുന്നവരാണെങ്കിൽ എന്ത് ചെയ്യും, എന്തിനാ ചെയ്തത്, ഇങ്ങനെയൊക്കെയുള്ള ഫീലായിരിക്കും. ചെയ്യാൻ പാടില്ലായിരുന്നു, 5 ദിവസം പിടിച്ച് നിർത്തി ഇപ്പോൾ പോയി, അല്ലെങ്കിൽ 1 ദിവസം പിടിച്ച് നിർത്തി ആദ്യത്തെ ദിവസം തന്നെ ഫെയിലായി, ഇങ്ങനെയൊക്കെ ചിന്തിക്കും തോറും എന്ത് ചെയ്യും, ലോ വാല്യൂട്ട്, നമുക്ക് നമ്മളെ തന്നെ ലോ വാല്യൂട്ട് ഫീൽ ചെയ്യും. ഓക്കെ, നമുക്ക് നമ്മളെ തന്നെ ഒരു വിലയില്ലാത്ത പോലെ ഫീൽ ചെയ്യും. അപ്പോഴെന്ത് ചെയ്യും, അപ്പോഴൊരു കോൺഫിഡൻസ് കാണത്തില്ല. ഇത് വെച്ചുകൊണ്ട് നിങ്ങൾ പുറത്തിറങ്ങി നടക്കുവാണ്, ഇതും തലയിൽ വെച്ചുകൊണ്ട് നിങ്ങൾ പുറത്ത് നടക്കുമ്പോൾ ഒരു ഗേളിനെ കണ്ടാലും അവൾ അപ്രോച്ച് ചെയ്യാൻ നിങ്ങൾക്ക് കോൺഫിഡൻസ് കാണും. ഒരു പെണ്ണ് ഇങ്ങോട്ട് വന്നാലും അപ്രോച്ച് ചെയ്യാൻ കോൺഫിഡൻറ്റ് കാണത്തില്ല. കാരണം നിങ്ങളെ തന്നെ ഏലിയനെ പോലെ കാണുന്നത്. അപ്പോൾ ഒരു പെണ്ണ് വന്നാലും അവൾ എന്നെ എങ്ങനെ കാണും, അങ്ങനെ ചിന്തിച്ച് പല കാര്യത്തിൽ വെറിയാവും, നെർവസ് ആകാൻ തുടങ്ങും. ഒരു പെണ്ണിനോട് നെർവസ് ആയിട്ട് സംസാരിച്ചാൽ അവളെന്തോ ഇഷ്ടപ്പെടും. ഓക്കെ, നെർവസ് ആയിട്ട് സംസാരിച്ചാൽ ഇഷ്ടപ്പെടത്തില്ല, കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കണം. അതായത് ഒരു ആണിനോട് സംസാരിക്കുന്ന ആ കോൺഫിഡൻ്റെങ്കിലും നിങ്ങൾ കാണിക്കണം, എന്നാലേ ഇഷ്ടം വരത്തുള്ളൂ. ഓക്കെ, ഒരു അട്രാക്ഷൻ തോന്നത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്,
നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇപ്പം ഞാൻ പറയാം, ഒരു 14 വയസ്സ് മുതൽ നമുക്ക് എന്ത് ചെയ്യാം, സെക്ഷൽ ടെൻഷൻ വരാൻ തുടങ്ങും. നമ്മൾ മാസ്റ്റർബേഷൻ ചെയ്യാൻ തുടങ്ങും. ഓക്കെ, കാരണം നമുക്ക് അപ്പോഴൊന്നും ഗേളിനെ കിട്ടത്തില്ലല്ലോ. 14 വയസ്സുള്ളപ്പോൾ നമുക്ക് സെക്സ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, സ്വന്തമായിട്ട് സ്വയംഭോഗം ചെയ്യാൻ തുടങ്ങും. നമ്മളിങ്ങനെ സ്വയംഭോഗം ചെയ്ത് അതിൽ തൃപ്തി കിട്ടുമ്പോൾ നമ്മുടെ ഫീല് റിയലായിട്ടുള്ള സെക്സ് നമുക്ക് വേണ്ടെന്ന് തോന്നും. ഓക്കെ, അതായത് ഇപ്പോൾ ഡോക്ടേഴ്സൊക്കെ പറയുന്നത് സ്വയംഭോഗത്തിൽ അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞാലും ഉമ്മാർക്ക് സ്വയംഭോഗത്തിൽ തൃപ്തി കിട്ടത്തുള്ളൂ. ഓക്കെ, പാർട്ട്ണറിൻ്റെ കൂടെ ഒരു ഇതുമില്ല, പാർട്ട്ണർ കുറ്റം പറയുന്നു. ഓക്കെ, പാർട്ട്ണർ ഡിവോഴ്സ്, ഓക്കെ, പല ഇഷ്യൂ ഒക്കെ അങ്ങനെ വരാറുണ്ട്. അതായത് റിയൽ ഗേൾ വേണ്ടെന്ന് തോന്നി തുടങ്ങും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു മെന്നാണെങ്കിൽ റിയൽ ഗേൾ, അതാണ് യഥാർത്ഥ സെക്സ്. ഓക്കെ, അത് വിട്ടിട്ട് സ്വയംഭോഗം മതി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇരിക്കും തോറും, അതായത് റിയൽ നമുക്കിപ്പം ഞാൻ പറയാം, നിങ്ങളിപ്പം പുറത്ത് പോകുമ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് മാസ്റ്റർബേഷൻ ചെയ്തിട്ടാണ് പുറത്ത് പോകുന്നതെങ്കിൽ ഒരു ഗേളിനോട് പോയി അപ്രോച്ച് ചെയ്യണം. ഓക്കെ, ആ ഒരു ഇത് നിങ്ങൾക്ക് കിട്ടത്തില്ല. കാരണം എന്താ, നിങ്ങളുടെ ടെൻഷൻ മൊത്തം തീർന്നു എന്നുള്ള ഫീലായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാൻ പോകണം, നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി ഇതൊരു ഫേക്ക് പ്ലഷറാണ്. അപ്പോൾ ഇന്ന് മുതൽ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യണമെന്ന് വിചാരിച്ചു. ഓക്കെ, സ്റ്റോപ്പ് ചെയ്താലോ അപ്പോഴും നിങ്ങൾക്ക് സെക്ഷൽ ടെൻഷൻ വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളുടെ ബ്രെയിനിന് മനസ്സിലാവും ഇവൻ സ്വയംഭോഗം ചെയ്യത്തില്ല, അപ്പം ഞാൻ തന്നെ എന്ത് ചെയ്യണം, ഒരു ഗേളിനെ പോയി അപ്രോച്ച് ചെയ്യണം, സ്വന്തമായിട്ട് ചെയ്യുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യും, നിങ്ങളുടെ മെൻ്റൽ ഇമേജ് മാറും. അതായത് നിങ്ങളുടെ ഉള്ളിലോട്ട് പോകുന്ന ആ ഒരു ന്യൂറോൺ പാത്വേ ഇല്ലേ, വാല്യൂ ബേസിലുള്ള, അതായത് നിങ്ങളുടെ ആ തോട്ടുണ്ടല്ലോ, അത് മാറിയിട്ട് ബ്രെയിന് ചിന്തിക്കും, ഇല്ല മാസ്റ്റർബേഷൻ ചെയ്യുന്നില്ല, അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ഇനി റിയലായിട്ടുള്ള സെക്സ് തന്നെ വേണം. അപ്പോൾ എന്ത് ചെയ്യണം, ഒരു ഗേളിനെ പോയി അപ്രോച്ച് ചെയ്യണം എന്നുള്ള മൈൻഡിലോട്ട് നിങ്ങൾ പോകും. പോയിട്ട് എന്ത് ചെയ്യും, അപ്പോൾ എന്ത് ചെയ്യും, ഒരു 1 മന്ത് ഒരു 20 ഡേയ്സ്, ഒരു 7 ഡേയ്സ് കഴിയുമ്പോൾ തന്നെ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് ഡോക്ടേഴ്സ് പറയുന്നത് ഒരു 7 ഡേയ്സ് കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് ഈ ടെസ്റ്റോസ്റ്റെറോൺ ഒരു പീക്കിൽ വരും. അത്യാവശ്യം നാച്ചുറലായിട്ട് ഓരോരുത്തരുടെ ബയോളജിക്കൽ അനുസരിച്ച് ഒരു പീക്കിൽ വരും. എന്നിട്ട് അത് അതുപോലെ തുടരും. അപ്പം അടുത്ത മാസ്റ്റർബേഷൻ ചെയ്തിട്ട് പിന്നെ 7 ഡേയ്സ് കഴിഞ്ഞായിരിക്കും ആ ഒരു പീക്കിൽ തിരിച്ചു വരുന്നത്. ഓക്കെ, അപ്പോൾ ഒരു 7 ഡേയ്സ് ആകുമ്പോൾ തന്നെ നമുക്കൊരു ഫീൽ വരും, കൊള്ളാമല്ലോ എന്നൊരു ഫീൽ വരും. അതായത് നമ്മൾ തന്നെ കൺട്രോൾ ചെയ്ത് ഡെയിലി നമ്മൾ കൺട്രോൾ ചെയ്യുന്നുണ്ട്. നിങ്ങളിപ്പോൾ ഒരു 20 ദിവസം കൺട്രോൾ ചെയ്തതെന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ തന്നെ 20 ദിവസം കഴിയുമ്പോൾ നിങ്ങളുടെ ഫീല് ഞാൻ 20 ദിവസം കൺട്രോൾ ചെയ്തു. ഓക്കെ, അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഭയങ്കര ഒരു കോൺഫിഡൻ്റ് ആയിരിക്കും. മനസ്സിലായി? ഒരു 20-30 ദിവസമൊക്കെ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇത് ബ്രേക്ക് ചെയ്യാൻ തോന്നത്തില്ല. കാരണം ഇത്രയും ദിവസം കഷ്ടപ്പെട്ട് പിടിച്ച് നിർത്തി, ഇനി ചെയ്യേണ്ട എന്നുള്ള ഫീലിലോട്ട് നിങ്ങൾ തന്നെ പോകും. ഓക്കെ, അപ്പോൾ നിങ്ങൾ അറിയേണ്ടത്, ഇങ്ങനെ ഡേയ്സ് കഴിയുന്തോറും, ഒരു 8 ദിവസമൊക്കെ കഴിയുന്തോറും കോൺഫിഡൻസ് വല്ലാതെ കൂടും. കാരണം നിങ്ങൾ നിങ്ങളെ തന്നെ കൺട്രോൾ ചെയ്യുന്നുണ്ട്, എനിക്ക് സെക്ഷൽ ടെൻഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റി എന്നുള്ള ഫീലുണ്ട്. അപ്പോൾ തന്നെ വേറൊരു കാര്യം നടക്കുന്നുണ്ട്, നിങ്ങളുടെ ബ്രെയിനിന് എന്ത് വേണം, സെക്സ് വേണം എന്നുള്ള ചിന്തയും വരുന്നുണ്ട്. ഓട്ടോമാറ്റിക്കായിട്ട് ഗേളിനോട് പോയി അപ്രോച്ച് ചെയ്യാതെ നിങ്ങൾക്ക് വേറെ വഴിയില്ല. മനസ്സിലായി? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ തന്നെ ചെന്ന് അപ്രോച്ച് ചെയ്യും. കോൺഫിഡൻ്റ് ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യും, നിങ്ങൾ തന്നെ അപ്രോച്ച് ചെയ്യും. മനസ്സിലായി? കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ അപ്രോച്ച് ചെയ്യും. അതായത് നിങ്ങളുടെ ബ്രെയിന് പറയുന്നത് പെണ്ണിനെ അപ്രോച്ച് ചെയ്യണമെന്ന് പറയുന്നുണ്ട്, നിങ്ങൾക്ക് കോൺഫിഡൻറ്റ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് സെൽഫ് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ എന്ത് പറ്റും, എല്ലാം എളുപ്പമായിരിക്കും. ഓക്കെ, സെൽഫ് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങളൊരു 40% സൈക്കോളജി പഠിച്ച പോലെ സെൽഫ് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ കാരണം സൈക്കോളജിയിൽ ഒരു ഗേളിനോട് ഇടപെടുന്ന മിക്ക കാര്യങ്ങളും സ്ട്രോങ് ക്യാരക്ടർ, കോൺഫിഡൻസ്, ഓക്കെ, ഇതിൽ ബേസിലായിരിക്കുന്നത്, ആറ്റിറ്റ്യൂഡ് ബേസിലായിരിക്കുന്നത്. അപ്പം നിങ്ങൾ സ്ട്രോങ് ആകുമ്പോൾ തന്നെ നിങ്ങളൊരു 40% നിങ്ങൾ പോലും അറിയാതെ കറക്റ്റായിട്ട് ചെയ്യുന്ന പോലെ ഇരിക്കും. മനസ്സിലായി? കാരണം നിങ്ങൾ എല്ലായിടത്തും സ്ട്രോങ് ആയിട്ടാണ് പെരുമാറുന്നത്. മനസ്സിലായി? അപ്പോൾ നോ ഫാപ്പും പെണ്ണുങ്ങളോട് മിണ്ടുന്ന കോൺഫിഡൻസും തമ്മിൽ നല്ല ബന്ധമുണ്ട്. അപ്പോൾ നിങ്ങൾ നോ ഫാപ്പ് ചെയ്യുന്നവർ ഇത് അറിഞ്ഞിരിക്കും.